ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കോബ്ര കൈ സീരീസിൻ്റെ സീസൺ 6ൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ അവസാനത്തെ 5 എപ്പിസോഡുകളാണ് ഈ പാർട്ടിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കോണിൻ്റെ മരണാന്തര ചടങ്ങാണ്. ഇതെല്ലാം എൻ്റെ തെറ്റായിരുന്നു, ഞാൻ കാരണമായിരുന്നു എന്നൊക്കെ ക്രീസ് വിഷമത്തോടെ പറയും. അവിടേക്ക് കിമ്മിൻ്റെ മുത്തച്ഛൻ വരും. എന്നിട്ട് ആ ചിത കത്തിക്കുന്നു. ശേഷം ഒരു മാസത്തിന് ശേഷമുള്ള അവരുടെ സ്കൂളാണ് കാണിക്കുന്നത്. അവരുടെ ടൂർണമെൻറ്റ് മുടങ്ങിയത് കൊണ്ട് തന്നെ ഇനി റോബി എന്തിൽ ഫോക്കസ് ചെയ്യണമെന്ന സംശയത്തിലായിരിക്കുമുള്ളത്. അതിനായി ജോണിയും കാർമനും റോബിയുടെ അമ്മയും അവരുടെ പുതിയ ഹസ്ബൻഡും വന്നിട്ടുണ്ടാകും. ഇവന് ഹോക്കി ഫീൽഡായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന ടീച്ചർ പറയുമ്പോൾ ജോണിക്കത് പറ്റില്ല. റോബി കരാട്ടയിലെ വേൾഡ് ചാമ്പ്യനാവാൻ ഇത്തിരി ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയും. ശേഷം ഡാനിയലിൻ്റെ ഷോറൂമാണ് കാണിക്കുന്നത്. ഡാനിയലിനെ കണ്ട അവൻ്റെ ഫ്രണ്ട്സ്, ഇവനിപ്പോൾ ഒരു കാറ് വിറ്റോ? ബാഴ്സലോണയിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്തതുപോലെയാണല്ലോ, അതും ഒരു പയ്യൻ മരിച്ചിട്ട്. എന്നിട്ട് ഡാനിയൽ അടുത്തേക്ക് വരുമ്പോൾ, നീ ഒരു കാറ് വിറ്റല്ലേ, അപ്പോൾ കസ്റ്റമേഴ്സിന് മിയാഗിയുടെ ആ മരം കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട, ഇനി അതൊന്നും ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറയും. സാധാരണ കാറ് സെയിലായാൽ ആ കസ്റ്റമേഴ്സിന് അത് കൊടുക്കാറുണ്ട്. ഇതെന്ത് മാറ്റമാണെന്ന് അറിയാതെ നിൽക്കുകയായിരിക്കും അവൻ്റെ ഫ്രണ്ട്സ്. ശേഷം ടെറി സിൽവർ സെക്കായ് ടെക്കായുടെ മാനേജ്മെൻറ്റിലെ ആ ആളെ പോയി കാണും. എന്നിട്ട് സെക്കായ് ടെക്കായ് വീണ്ടും കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടും. പിന്നെ ആ മരണം അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു. എല്ലാ ബഹുമതികളോടു കൂടിയും അവൻ്റെ ഓർമ്മകൾ പോകാത്ത വിധം നമുക്കവനെ ആദരിക്കാം. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഇനി ടൂർണമെൻറ്റ് റീസ്റ്റാർട്ട് ചെയ്താൽ ഈ പറയുന്ന എല്ലാ ടീംസും വരുമോ, എല്ലാ സെൻസിമാരും വരുമോ എന്ന് ചോദിച്ച് അവിടുന്ന് പോകും. ശേഷം കിമ്മിൻ്റെ മുത്തച്ഛൻ വന്ന് ആ ടൂർണമെൻറ്റ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സ്റ്റുഡൻറ്റിന് വേണ്ടി പകരം ചോദിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ ഡോജോക്കാണ് അതിൻ്റെ നാണക്കേട്. നമ്മുടെ ഒരാളെ അവരെടുത്തു, അതുകൊണ്ട് നമ്മളും അവരുടെ ഒരാളെ എടുക്കുന്നു. ട്രെയിനിങ് വീണ്ടും തുടങ്ങണം. അതിനായി പുതിയൊരു സ്കില്ല് അവരെ പഠിപ്പിക്കാൻ പോവാണ്. അത് കിമ്മിനോട് ചെയ്ത് കാണിക്കാൻ പറയുന്നു സ്റ്റുഡൻസിന് വേണ്ടി. അയാൾ ഇതൊന്നും പോരാ, ശക്തിയായി ചെയ്യുന്നു പറയും. എന്നിട്ടത് ചെയ്യാനായി ഒരു സ്റ്റുഡൻറ്റിനെ വിളിക്കും. അവൻ ചെയ്യാൻ നിൽക്കുമ്പോൾ ഡമ്മിയുടെ മേലല്ല എന്ന് പറഞ്ഞ് ഒരുത്തനെ വിളിക്കും. അവൻ്റെ മേലായിരിക്കും പ്രയോഗിക്കേണ്ടത്. പണിഷ്മെൻറ്റിലൂടെ വേണം ഇത് പഠിക്കാൻ. ടീംമേറ്റ് മരിച്ചതിൻ്റെ പണിഷ്മെൻറ്റ്, സ്റ്റുഡൻസ് ഫെയിലായതിൻ്റെ പണിഷ്മെൻറ്റ്, ഞാൻ തോറ്റുപോയതിൻ്റെ പണിഷ്മെൻറ്റ്. എന്നിട്ടത് വീണ്ടും പല ആൾക്കാരിലും പ്രയോഗിക്കാൻ പറയും. യൂണിന് അത് പറ്റുന്നില്ലെങ്കിലും അവനത് ചെയ്യേണ്ടി വരികയാണ്. ശേഷം ജോണി ഷോറൂമിലേക്ക് വരും. റോബിയുടെ കാര്യം എന്തായി? ഈ ടൂർണമെൻറ്റ് കുളമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന കൺഫ്യൂഷനാണ്. അറിയാം, പക്ഷെ നമുക്ക് മൂവ് ഓൺ ആയേ പറ്റൂ, വേറെ വഴിയില്ല. ആ നേരത്താണ് ഡാനിയലിന് ഒരു കോൾ വരുന്നത്, അതും ബാഴ്സലോണയിൽ നിന്ന്. ടൂർണമെൻറ്റ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്ന് പറയും. ജോണിക്ക് ഭയങ്കര താല്പര്യമുണ്ടെങ്കിലും ഡാനിയലിന് അതുണ്ടാവില്ല. നിനക്ക് വീണ്ടും ഇനി അവിടേക്ക് പോകണമെന്നാണോ? ഈ സംഭവിച്ചതൊക്കെ നീ മറന്നോ? ജോണി, എനിക്കും വേറെ വഴിയില്ല. റോബിയുടെ കരാട്ടെ കരിയർ ഇങ്ങനെ അവസാനിപ്പിക്കാനല്ല എൻ്റെ ആഗ്രഹം. നമുക്കിപ്പോഴും ജയിക്കാം. ഡാനിയൽ, ഒരു കുട്ടി മരിച്ചു, എന്നെ നിർബന്ധിക്കരുത്, എൻ്റെ തീരുമാനം ഇതാണ് എന്ന് പറയും. ശേഷം കിമ്മിൻ്റെ മുത്തച്ഛൻ അവളോട്, ഞാനല്ല നീ, എൻ്റെ സ്ഥാനം ഏറ്റെടുക്കണമെങ്കിൽ തന്നെ നിനക്കതിനുള്ള പവറില്ല. ഇത് നമ്മുടെ ഫാമിലി കരാട്ടയാണ്, നമ്മുടെ ലെഗസി. ഞാനാകാം മാസ്റ്റർ. നീ അതിന് അർഹതയാണോ എന്ന് തെളിയിക്കാനുള്ള ഒരവസരം ഞാൻ തരുന്നു, പക്ഷെ ചെയ്യണം എന്ന് പറഞ്ഞ് ക്രീസിൻ്റെയിലുണ്ടായിരുന്ന കത്തി അവൾക്ക് കൊടുക്കും. ശേഷം ഷോറൂമാണ് കാണിക്കുന്നത്. ജോണി, ഒരു ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്, നീ ഒന്ന് ചെല്ലേണ്ടി വരുമെന്ന് പറയും അവിടുത്തെ സ്റ്റാഫ്. അങ്ങനെ കാറിൽ കയറി പോകാമെന്ന് പറയുമ്പോൾ, എല്ലാം നീ പറയണ പോലെ അത് ടെറിയായിരിക്കും. അവൻ വണ്ടി കത്തിച്ചു വിടും. അവൻ ടൂർണമെൻറ്റിനെ കുറിച്ച് സംസാരിക്കാനായിരിക്കും വന്നത്. അവനും ജോണിയെപ്പോലെ ഈ ടൂർണമെൻറ്റ് എവിടുന്ന് നിർത്തിയോ അവിടുന്ന് തുടങ്ങണമെന്നാണ് ആഗ്രഹം. ഡാനിയൽ അവൻ്റെ ഷോറൂമൊക്കെ നടത്തി ഇങ്ങനെ പോകും. നിനക്കും ഇല്ലേ കുറേ ആഗ്രഹങ്ങളൊക്കെ? നിനക്ക് നിൻ്റെ ജീവിതം മൊത്തം ഇങ്ങനെ ഇവൻ്റെ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിരിക്കാനാണോ പ്ലാൻ? ആലോചിച്ച് മറുപടി പറ എന്ന് പറഞ്ഞ് ഒരു കാർഡും കൊടുത്ത് അവിടുന്ന് പോകും. ശേഷം ക്രീസ് കിമ്മിനോട്, ഞാൻ കോണിനെ വെച്ച് ഒരുപാട് തെറ്റുകൾ ചെയ്തു, അതുപോലെ ജോണിയെ വെച്ചു. സത്യം പറയാലോ, ഇനി നിനക്ക് എന്നെ ആവശ്യമില്ല. ഈ ഡോജോ നോക്കി നടത്തേണ്ടത് നീയാണ്. എന്നിട്ടത് നിന്റെ വഴിക്ക് കൊണ്ടുപോകണം. നിന്റെ മനസ്സെന്ത് പറയുന്നു അത് കേൾക്കുക. അവൾ താങ്ക് യു പറയും. എനിക്ക് നല്ല ക്ഷീണം, ഞാൻ കിടക്കാൻ പോവാണെന്ന് പറയും. ശേഷം ഡാനിയലിൻ്റെ വീട്ടിലേക്ക് ജോണി വരും. നിനക്കെന്നെ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട്. എന്തേ?
അപ്പോഴായിരിക്കും അവിടെ ടെറിയെ അവൻ കാണുന്നത്. ടെറി, നിങ്ങൾ എന്താണ് ഈ പേടിക്കുന്നത്? എനിക്ക് ടൂർണമെന്റ് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. ജയിക്കാം തോൽക്കാം, എൻ്റെ പ്രതീക്ഷ ജയിക്കുമെന്ന് തന്നെയാണ്. എൻ്റെ ടീം അത്രയും നല്ലതാണ്, നിങ്ങളും കണ്ടതല്ലേ. എല്ലാവർക്കും ഉള്ളതുപോലെയുള്ള മോട്ടീവ് തന്നെയാണ് എനിക്കും. എൻ്റെ ലൈഫിൽ ബാക്കിയായതും അതാണ്, ഒരവസാന വിജയം. എല്ലാവരെയും ആലോചിച്ചു വേണം നിങ്ങൾ ആ ഡിസിഷൻ എടുക്കാൻ എന്നും പറഞ്ഞ് ടെറി അവിടുന്ന് പോകുന്നു. ഡാനിയൽ, ഒന്നാമത് ടെറിക്ക് തിരിച്ചു പോകാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ അയാൾക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യൂ. അതുകൊണ്ട് എപ്പോഴും അയാൾ ഡേഞ്ചറാണ്. ജോണി, നമ്മൾ മുന്നേ അയാളായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും. എനിക്കും ഇത് വേണമെന്ന് തന്നെയാണ്. അതുപോലെ നിനക്കും ഇത് ഉണ്ടായിരിക്കണം. ശേഷം കിം ക്രീസിന്റെ കത്തിയുമായി കൊല്ലാനായി ചെല്ലുന്നുണ്ട്. ക്രീസ് ആ സമയം ഉറങ്ങിയിരിക്കും. അവൾ പതുക്കെ അടുത്തെത്താറാകുമ്പോൾ ക്രീസ് കണ്ണു തുറക്കുന്നു. പക്ഷെ അവൾ കുത്താൻ പോയത് അവളുടെ മുത്തച്ഛനെ തന്നെയായിരിക്കും. അയാൾ, അപ്പോൾ ഇതായിരുന്നോ നിന്റെ തീരുമാനം, സ്വന്തം മുത്തച്ഛനെ കൊല്ലാൻ? പിന്നെ അവിടുന്ന് അവരാകും ഫൈറ്റ്. അതിൽ കിം അയാൾ പഠിപ്പിച്ചു തന്ന ആ പുതിയ സ്കില്ല് കൊണ്ട് തന്നെ അയാളെ അടിച്ചു കൊല്ലുകയാണ്. അങ്ങനെ അയാൾ മരിക്കുന്നു. എന്നിട്ട് പുറത്തെത്തിയ അവളോട് ക്രീസ്, നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് തന്നെയാണെന്ന് പറയും. ഈ ഡോജോ ഞാൻ നടത്തും എൻ്റെ വഴിക്ക് എന്നും പറഞ്ഞ് ആ കത്തി തീയിലോട്ടിടും. നിങ്ങൾക്ക് ഇനിയും മാറാൻ അവസരമുണ്ട്. എന്താണ് ഇനി പ്ലാൻ? വീണ്ടും തിരിച്ച് ടൂർണമെൻറ്റിലേക്ക് പോകണം, കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ശേഷം അവരുടെ ഷോറൂമിൻ്റെ 18th ആനിവേഴ്സറി ആയിരിക്കും നടക്കുന്നത്. അതിനിടയിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സാം, ഞങ്ങൾ കേട്ടത് സത്യമാണോ? ടൂർണമെൻറ്റ് വീണ്ടും നടത്തുകയാണോ? അപ്പോൾ അതെ, നിങ്ങൾക്ക് വേണ്ടതും അതുതന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരും ഭയങ്കര ഹാപ്പി ആവുകയാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.